കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ പശ്ചിമേഷ്യൻ യുദ്ധഭൂമിയിൽ ദൃശ്യമാകുന്നത് മുൻപ് കണ്ടിട്ടില്ലാത്ത വിധമുള്ള പ്രതിരോധ സമവാക്യങ്ങളാണ്. യുദ്ധസമയത്ത് പുറത്തുവരുന്ന കണക്കുകൾ പലപ്പോഴും അതത് രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ നിയന്ത്രിക്കാറുണ്ട്. അതിനാൽ കൃത്യമായ നാശനഷ്ടങ്ങൾ പൂർണ്ണമായി പുറത്തുവരാൻ ദിവസങ്ങളെടുത്തേക്കാം. എന്നാൽ പോലും അമേരിക്കയും ഇസ്രായേലും ഒരിക്കലും കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ട ചരിത്രം ഇല്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സെൻസർ ചെയ്ത കണക്കുകൾ മാത്രമാണ് ഇന്നുവരെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നും നമ്മൾ കണ്ടിട്ടുമുള്ളൂ, കേട്ടിട്ടുമുള്ളൂ. എന്നാൽ ഇറാൻ ആകട്ടെ തങ്ങൾക്ക് സംഭവിച്ചതിനെ അതേ രീതിയിൽ തന്നെ സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താറുമുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അത്യാധുനിക പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാനും പ്രതിരോധ സഖ്യങ്ങളും നടത്തിയ നീക്കങ്ങൾ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന്റെ തന്ത്രപരമായ സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി നടന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ അഭിമാനമായ F-35 യുദ്ധവിമാനങ്ങൾ പാർപ്പിച്ചിരുന്ന നെവാറ്റിം ഉൾപ്പെടെയുള്ള താവളങ്ങളിൽ ഇറാനിയൻ മിസൈലുകൾ കൃത്യതയോടെ പതിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങൾ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും പുറത്തുവരുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ റൺവേകൾക്കും ഹാങ്ങറുകൾക്കും വലിയ കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. മൊസാദിന്റെയും സൈനിക ഇന്റലിജൻസിന്റെയും കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തെ പരിഭ്രാന്തിയിലാഴ്ത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന്റെ അയൺ ഡോം ആരോ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനിയൻ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് മുന്നിൽ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇസ്രായേൽ പ്രതിരോധത്തെ സാച്ചുറേറ്റ് ആക്കുക എന്ന ഇറാൻ തന്ത്രം പൂർണ്ണമായും വിജയമായിരിക്കുന്നു. അത് അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ പരാജയമാണ് എന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. ജനകീയ കരുത്തിന്റെ പടയണിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇസ്രായേൽ പ്രത്യാക്രമണത്തിന് ശ്രമിച്ചുവെങ്കിലും ഇറാനിലെ പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കോ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ പോറല് പോലും ഏൽപ്പിക്കാൻ അവർക്കായിട്ടില്ല. പ്രതിരോധത്തിന്റെ വിജയം. ഇറാനിയൻ വ്യോമ പ്രതിരോധ സേന ശത്രുവിന്റെ ഒട്ടുമിക്ക മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ നിഷ്പ്രഭമാക്കിയിട്ടുണ്ട്. ആക്രമണ ഭീഷണികൾക്കിടയിലും ഇറാനിലെ നഗരങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങി തങ്ങളുടെ സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഭയത്തിനു പകരം ദേശീയ അഭിമാനമാണ് ഇറാൻ തെരുവുകളിൽ പ്രതിഫലിക്കുന്നത്. സ്വന്തം ജീവൻ ബലി നൽകിയും രാജ്യത്തെ സംരക്ഷിക്കുമെന്ന ഇറാനികളുടെ പ്രഖ്യാപനം ഇസ്രായേലിന്റെ ആഭ്യന്തര കലഹം എന്ന സ്വപ്നത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് അതായത് INSS പുറത്തുവിട്ട പുതിയ സർവേ ഫലങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്നവയാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഭരണകൂടത്തെ പിന്തുണച്ചവർ പോലും ഇപ്പോൾ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. യുദ്ധം കൊണ്ട് സുരക്ഷത ലഭിക്കുന്നില്ല എന്നും രാജ്യം കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുകയാണ് എന്നും 60%-ലധികം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ 72 മണിക്കൂറിലെ സംഘർഷങ്ങൾ കണക്കിലെടുത്താൽ ഇസ്രായേൽ വിപണിയിൽ വൻ ഇടിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈഫ പോലുള്ള തുറമുഖ നഗരങ്ങൾ നിശ്ചലമായത് സാമ്പത്തിക അടിത്തറയെ ബാധിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ സംരക്ഷിക്കാൻ കോടിക്കണക്കിന് ഡോളർ ചിലവാക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ US-നുള്ളിൽ തന്നെ കടുത്ത പ്രതിഷേധം ശക്തമാവുകയാണ്. മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു തീരായുദ്ധത്തിലേക്ക് തങ്ങളെ വലിച്ചിഴയ്ക്കുന്ന നെതന്യാഹുവിന്റെ തന്ത്രത്തിൽ വാഷിംഗ്ടൺ അസ്വസ്ഥരാണ്. ഇറാൻ ഉയർത്തുന്ന സൈനിക വെല്ലുവിളി അമേരിക്കൻ താൽപര്യങ്ങൾക്ക് കനത്ത ഭീഷണിയാണ് എന്ന് പെന്റഗൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ 72 മണിക്കൂറിലെ സംഭവ വികാസങ്ങളെ ഇറാനിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ വളരെ നിസ്സാരമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവയെല്ലാം തന്നെ ഇറാന്റെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുത്തിയെന്ന കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേൽ വലിയ തോതിലുള്ള തിരിച്ചടി അവകാശപ്പെടുന്നുണ്ട് എങ്കിലും വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്രകാരമാണ്. ഇസ്രായേൽ വിക്ഷേപിച്ച ഭൂരിഭാഗം ഡ്രോണുകളെയും മിസൈലുകളെയും ഇറാന്റെ ബവാർ 373, ഗോർദ് തുടങ്ങിയ തദ്ദേശീയ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് വെച്ചതിന് തകർത്തിട്ടുണ്ട്. പ്രധാന നഗരങ്ങളായ ടെഹ്റാൻ, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ലക്ഷ്യമിട്ട ശത്രു നീക്കങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ ആണവ നിലയങ്ങൾക്കോ പ്രധാന എണ്ണ ശുദ്ധീകരണ ശാലകൾക്കോ യാതൊരുവിധ കേടുപാടും വരുത്താൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ഇത് ശരിവെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ലക്ഷ്യം വെച്ച പല സൈനിക താവളങ്ങളിലും മിസൈലുകൾ പതിച്ചത് ജനവാസമില്ലാത്ത ഇടങ്ങളിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ കിടക്കുന്ന ഹാങ്ങറുകളിലോ ആണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള തീപിടുത്തങ്ങളോ കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകളോ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് രാജ്യത്തിന്റെ സൈനിക നീക്കത്തെയോ സാധാരണ ജനജീവിതത്തെയോ ബാധിച്ചിട്ടില്ല എന്നാണ് ഇറാനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിൽ ജനങ്ങൾ ബങ്കറുകളിൽ അഭയം തേടുമ്പോൾ ഇറാനിലെ വിപണികളും ഗതാഗതവും സാധാരണ നിലയിൽ തുടരുന്നത് ഇറാന്റെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ്. സൈനിക തലത്തിൽ അതീവ ജാഗ്രത പുലർത്തുന്നതിനാൽ സൈനികർക്കോ സാധാരണക്കാർക്കോ വലിയ തോതിലുള്ള ജീവഹാനിയൊന്നും ഈ 72 മണിക്കൂറിൽ സംഭവിച്ചിട്ടില്ല. ചുരുക്കം ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരിക്കുകൾ പോലും നിസ്സാരമാണ്.
ഇസ്രായേൽ മാധ്യമങ്ങൾ വലിയ വിജയമായി ആഘോഷിക്കാൻ ശ്രമിക്കുന്ന പല നീക്കങ്ങളും ഇറാന്റെ ആകാശത്ത് വെച്ച് തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സ്വന്തം നാശനഷ്ടങ്ങൾ മറച്ചുവെച്ച് ഇറാന് വലിയ പ്രഹരം ഏൽപ്പിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള നെതന്യാഹു ഭരണകൂടത്തിന്റെ ശ്രമം വെറും മനഃശാസ്ത്രപരമായ യുദ്ധം എന്ന് മാത്രമാണ് ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ചുരുക്കത്തിൽ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ തെളിയിക്കുന്നത് ശക്തിയുടെ തുലാസ് മാറുന്നു എന്നാണ്. മിസൈലുകൾക്കും ബോംബുകൾക്കും അപ്പുറം ഒരു ജനതയുടെ ഇച്ഛാശക്തിയും കൃത്യമായ സൈനിക തന്ത്രങ്ങളും എങ്ങനെ ഒരു വൻ ശക്തിയെ പ്രതിരോധത്തിലാക്കാം എന്ന ഇറാൻ മാതൃകയാക്കുന്നു. ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ നേരിടുന്നത് പുറത്തുനിന്നുള്ള മിസൈലുകളെ മാത്രമല്ല, തങ്ങളുടെ ജനതയുടെ ചോദ്യം ചെയ്യലുകളെ കൂടിയാണ്. ഇറാന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ലോകശക്തിയായ അമേരിക്ക പോലും പുനർവിചിന്തനം നടത്തി തുടങ്ങിയിരിക്കുന്നു. യുദ്ധഭ്രാന്തുമായി ഇറാനെ തകർക്കാൻ പുലമ്പൽ നടത്തുന്ന ഇസ്രായേലിന് ഇന്ന് ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെ പാത തുറക്കാൻ ഇറാൻ കാണിക്കുന്ന ആർജവവും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാനുള്ള അമേരിക്കയുടെ പുതിയ നീക്കങ്ങളും ജനശ്രദ്ധയാകർഷിക്കുന്നുണ്ട്. ഇറാന്റെ സൈനിക കരുത്ത് കേവലം പ്രകടനപരമല്ല എന്ന് വൈറ്റ് ഹൗസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കുറച്ചു ദിവസങ്ങളായി വാഷിംഗ്ടണിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് ഇനി യുദ്ധത്തിന് വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ്. ഇറാന്റെ അത്യാധുനിക മിസൈലുകൾക്കും ഡ്രോണുകൾക്കും മുന്നിൽ തങ്ങളുടെ സൈനിക താവളങ്ങൾ സുരക്ഷിതമല്ല എന്ന് പെന്റഗൺ മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു വലിയ യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും അവർ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇറാനുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറെടുക്കുന്നതായാണ് വിവരം. നമുക്ക് ചർച്ചയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന വിട്ടുവീഴ്ച നിലപാടിലേക്ക് അമേരിക്കൻ ഭരണകൂടം മാറിയിരിക്കുന്നു. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത് ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് അവർക്ക് ബോധ്യമായിരിക്കുന്നു. അമേരിക്കയുടെ ഈ നിലപാട് മാറ്റം ഇസ്രായേൽ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഇറാനെതിരെ അമേരിക്കയെ മുൻനിർത്തി യുദ്ധം ചെയ്യാമെന്ന നെതന്യാഹുവിന്റെ മോഹം വെറും വ്യാമോഹമായിരിക്കുന്നു. ഇസ്രായേൽ ഇപ്പോഴും യുദ്ധത്തിനായി മുറവിളി കൂട്ടുകയാണ്. എന്നാൽ തങ്ങളുടെ രക്ഷകരായ അമേരിക്ക കൈവിടുമെന്ന അവസ്ഥ വന്നതോടെ അവർ പരിഭ്രാന്തിയിലുമാണ്. അമേരിക്കൻ പിന്തുണയില്ലാതെ ഇറാൻ എന്ന വൻ ശക്തിയെ നേരിടുന്നത് ആത്മഹത്യാപരമാണ് എന്ന് ഇസ്രായേൽ സൈനിക ജനറൽമാർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇസ്രായേലിനുള്ളിൽ തന്നെ ജനങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് നാം ഇന്ന് യുദ്ധം ചെയ്യുന്നത്? അമേരിക്ക പോലും സമാധാനം ആഗ്രഹിക്കുമ്പോൾ ഇസ്രായേൽ എന്തിനു വാശി പിടിക്കുന്നു എന്ന ചോദ്യം ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇറാൻ കാണിക്കുന്ന പക്വത ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. തങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏതൊരു നീക്കത്തെയും ചാരമാക്കുമെന്നും ഇറാൻ ആവർത്തിക്കുന്നു. അമേരിക്കയുടെ സമാധാന ശ്രമങ്ങളെ ഇറാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് എങ്കിലും അത് തുല്യനീതിക്കായുള്ളതാകണമെന്ന നിർബന്ധം അവർ പിടിക്കുന്നുണ്ട്. ഉപരോധങ്ങൾ നീക്കാതെയും ഇസ്രായേലിന്റെ പ്രകോപനങ്ങൾ അവസാനിപ്പിക്കാതെയും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. തങ്ങളുടെ ആയുധങ്ങൾ പ്രതിരോധത്തിനുള്ളതാണ് എന്നും സമാധാനം ആഗ്രഹിക്കുന്നവരോട് സമാധാനപരമായും ശത്രുക്കളോട് കർക്കശമായും പെരുമാറുമെന്ന ഇറാന്റെ നിലപാട് ലോകരാജ്യങ്ങൾക്കിടയിൽ അവർക്ക് വലിയ ബഹുമാനം നേടിക്കൊടുത്തു. പശ്ചിമേഷ്യയിൽ ഇനി തോക്കിൻ കുഴലുകളല്ല, മറിച്ച് നയതന്ത്രത്തിന്റെ സംസാരങ്ങളാണ് ഉയരേണ്ടത്. അമേരിക്കയുടെ മനം മാറ്റം ഇറാനിയൻ പ്രതിരോധത്തിന്റെ വലിയ വിജയമാണ്. യുദ്ധം കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന് കരുതിയവർ ഇന്ന് സമാധാനത്തിനായി അപേക്ഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇസ്രായേലിന്റെ യുദ്ധഭ്രാന്തിനെ അതിജീവിച്ച് ഒരു പുതിയ സമാധാന യുഗം ഈ മണ്ണിൽ പിറക്കുമെന്ന് പ്രത്യാശിക്കാം.